എന്നെ പൂട്ടിക്കുമെന്ന് പറഞ്ഞ റമദാൻ ആകുമ്പോഴത്തേക്ക് വയറ് പൊട്ടി ക്യാൻസർ വന്നു. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് നൂറ ഹബീബ് തങ്ങളെ ഒരു പ്രസ്താവന ഉണ്ട്, പിന്നെ ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു സഹോദരിനെ കുറിച്ച്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ആ സഹോദരി മരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങൾ പിന്നെ അത് പുറത്ത് പറയണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഘോഷിക്കപ്പെടും എന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നതാണ്. അപ്പോൾ മൂപ്പർക്ക് വൈകിയാണെന്ന് തോന്നണം വിവരം കിട്ടി, വഹിയൊന്നും എത്താനായില്ല എന്ന് തോന്നണം. മൂപ്പര് ഇന്നലെ പറഞ്ഞു, പിന്നെ ആ ഒരു വീഡിയോ, ആ സ്ത്രീ മരിച്ചത് വയറ് പൊട്ടി പിന്നെ മരണപ്പെട്ടു, അതിൻ്റെ കുരുത്തക്കടാണെന്ന് പറഞ്ഞു. അത് ഏറ്റവും മോശപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു ആത്മീയ ചികിത്സകയുടെ അടുത്തേക്കൊരു വ്യക്തി ചെല്ലുന്നത് അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു സാന്ത്വനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് അതിന് പകരം അവരെ ശപിക്കുക എന്നുള്ള നല്ലൊരു പ്രവണതയല്ല. അപ്പോൾ അത് പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നെ പറഞ്ഞ പോലൊക്കെ നശിക്കണം. റസൂലുള്ളാൻ്റെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു റസൂലുള്ളാൻ്റെ മനോഹരമായ ജീവിതമാണ് മാതൃകയാക്കേണ്ടത്. എല്ലാവരും ചേർത്ത് പിടിക്കുക, എല്ലാവരും ഉപദ്രവിച്ചവരോട് പോലും ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതിന് പകരം ഇന്നെ കല്ലെറിഞ്ഞവരൊക്കെ നശിച്ചു പോവും, അവർ നശിക്കണം, ഞാൻ കാണണം, അതിനുള്ളതൊക്കെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനൊക്കെയായിരുന്നു ആദ്യം മരിക്കേണ്ടത്. നമ്മളെന്ത് ചെയ്താലും ഞാനെപ്പോഴും പറയും, എൻ്റെ കൂടെ നിന്നിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ ഉപദ്രവിക്കും, എനിക്ക് പണി തരുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കാലം കണക്ക് പറയുന്ന പറയാം, കാലത്തിനാണ് വിട്ടുകൊടുക്കൽ. അല്ലെങ്കിൽ പടച്ചോൻ തീരുമാനിക്കട്ടെ, ശരിയും തെറ്റും ആരാണ്. ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ അനുഭവിക്കും, നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. അതിൻ്റെ വിധി പറയേണ്ടത് നമ്മളല്ല, പടച്ചോന് വിട്ടുകൊടുക്കലാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ആത്മീയതയിൽ ശാപവചനങ്ങൾ ചൊരിയാൻ പാടില്ല. ഇതെങ്ങനെ കഴിയണമെന്നുള്ളതിനെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. മൂപ്പര് പലപ്പോഴായിട്ട് പലരും ശപിച്ചും കൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. പിന്നെ റസൂലുള്ള പിന്നെ സദസ്സിലേക്ക് ഇറങ്ങുമെന്ന് പറയാൻ പക്ക പണത്തിന് വേണ്ടിയുള്ള ബിസിനസ്സാണ്. ഇപ്പം ഞാനിത് ഈ ഒരു 5 മാസമായിട്ട് കേരളത്തിലെ ആത്മീയ ചികിത്സ പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വരും. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, എന്നാൽ ആത്മീയ ചികിത്സയിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളൊരു വ്യക്തിയല്ല. എൻ്റെ എഴുത്ത് കാര്യങ്ങൾ, സാഹിത്യ മേഖല, അതിൻ്റെ കൂടെ ബിസിനസ് എല്ലാം ചെയ്തിട്ട് എൻ്റെ സന്തോഷങ്ങൾക്കൊപ്പം ഞാൻ പോണത്. പണത്തിൻ്റെ പിറകെ ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ ഞാൻ നിന്നിട്ടുള്ളത് എക്കാലത്ത് മനുഷ്യർക്കൊപ്പമാണ്. അത് ഏതൊരു മനുഷ്യരും എൻ്റെ ശത്രുവാണെങ്കിൽ പോലും അവർ പറയും. അവരൊരു പരാജയത്തിൽ ഒരു രാത്രിയാണെങ്കിൽ ഒരു ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയണം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സംതൃപ്തിയോട് കൂടി ജീവിക്കാൻ കഴിയേണ്ടതെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും സമൂഹം തിരിച്ചറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നന്മ ആരാണ് ആഗ്രഹിക്കുന്നത്, നമുക്കൊരു പ്രാർത്ഥന എവിടെ നിന്നാണ് കിട്ടുന്നത് അങ്ങോട്ട് പോവുക. നമ്മളെ ശാപവചനങ്ങൾ കൊണ്ട് ആട്ടി അകറ്റുന്നവരടുത്തൊക്കെ ഒരിക്കലും പോകാൻ നിൽക്കരുത്. പിന്നെ വെറും ബിസിനസ്, പക്ക ബിസിനസ് മാത്രമാണത്. ഞാൻ ഈ തുടക്കം മുതലേ കൊടിമരങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ ഞാൻ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കൊടിമരം ഇപ്പോൾ മൂപ്പര് അനിയനും കൊടിമരം വെച്ചു എന്ന് പറഞ്ഞു. ഈ കൊടിമരം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള തങ്ങന്മാരും കൊടിമരം വെക്കും, എല്ലാവരും മുറ്റത്ത് വരെ കൊടിമരം വരും. അത് വരണ്ട, അത്തരത്തിൽ വെറൊരു ആത്മീയതയിലൂടെ പോകണ്ട, ശിർക്കും ആഭിചാരങ്ങളും കൂടണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞല്ല. അപ്പോൾ ആര് കൊടിമരം വെച്ചാലും എനിക്ക് പ്രശ്നമല്ല, എന്ത് ചെയ്താലും പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ മനുഷ്യർ മനസ്സിലാക്കേണ്ടത് കാലാകാലങ്ങളിലായിട്ട് എല്ലാവരും പേടിപ്പിച്ച് നിർത്തിക്കണം ഈ ആത്മീയതയുടെ പൗരോഹിത്യത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ കേട്ട, ഞാൻ അറിഞ്ഞ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാനൊരു ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും പറയണില്ല. ഞാൻ ഈ മേഖലയിൽ 21 വർഷം നിന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിലെ നെല്ലും പതിരും എനിക്ക് ശരിക്കും പറയാൻ കഴിയും. സഹിയായ ഹദീസുകളിലൂടെയുള്ള യഥാർത്ഥ ആത്മീയത, ശറഈയായ ആത്മീയതകൾ ചെയ്യണ ചുരുക്കം ചിലരേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരു 10% താഴെയാവും. അല്ലാത്തവരൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്. കുറേ പിന്നെ എന്തൊക്കെ അവരുടെ മനസ്സിൽ തോന്നുന്നത് അത് അവർ ചെയ്യുക എന്നുള്ളതുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ആത്മീയതക്ക് പണ്ഡിതന്മാരോ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളടുത്ത് വരുന്ന ഒരാളോട് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് സാരല്ല എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതാണ് യഥാർത്ഥ ആത്മീയത. മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറങ്ങുക. ഇപ്പം മൂപ്പര് ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു 2 മിനിറ്റുള്ള ഞാൻ ഒരാളെ കേൾക്കുക, ഇതുമെന്ന് തൊടുക, എന്നിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരാളെ കേൾക്കാൻ പറ്റുമോ? ഒരാളെ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളത് നമ്മളോട് പറയണം, നമുക്ക് അവരോട് പറയാനുള്ളത് അവരോട് പറയണം. ആത്മാവുകൾ തമ്മിലൊരു കണക്ഷൻ വേണം, അല്ലാതെ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിനെ കേൾക്കാൻ പറ്റും? അപ്പോൾ ഈ സാധാരണക്കാരായ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. എനിക്കിപ്പോൾ ആത്മീയ ചൂഷണം ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് വളർത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പറയാതെ എല്ലാവരും പ്രീതിപ്പെടുത്തി ഒരു മുഖമക്കനൊക്കെ ഇട്ട് ഫുള്ള് മുഖം മറച്ച് അങ്ങനെ ഒരു അജിമ്മയൊക്കെ ആയിട്ട് എനിക്ക് എവിടെയെങ്കിലും ഇരിക്കുക, മാർക്കറ്റ് കൂടുതലും ചെയ്യാം. പക്ഷേ ഞാനായിട്ട് സമൂഹത്തിൽ നിൽക്കുകയുള്ളൂ. ഞാനായിട്ട് എൻ്റെ റിയൽ ലൈഫിലും ഒക്കെ ഞാൻ ഒന്നാണ്. ഞാൻ പറയാനുള്ളത് ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ആർജവൻ്റെ പിന്നെ ജീനിൻ്റെതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതുണ്ട്. അത് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നുള്ള പേടിയോ ഭയങ്ങളോ എനിക്കില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, സൂക്ഷ്മത പുലർത്തുക, അത് ശ്രദ്ധിക്കുക.